ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ പൊതുവെ പായസപ്രിയമുള്ളവരാണ്. ഇന്ന് നമ്മൾ കണ്ണൂർ വിഷു സ്പെഷ്യൽ ചവ്വരി പായസമാണ് തയ്യാറാക്കുന്നത്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ചവ്വരി പായസം. നമ്മൾ സേമിയ പായസമൊക്കെ തയ്യാറാക്കുന്ന അതേ ടൈമിൽ തന്നെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിനു വേണ്ടി 100 ഗ്രാം സാബൂനരി എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് ചവ്വരി. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് അത്യാവശ്യം മുങ്ങുന്ന പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടിത് നമുക്കിവിടെ അരമണിക്കൂറോളം അടച്ചു വെക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. പായസം റെഡിയാക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു കുഴിയുള്ളൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്ററിന് അടുപ്പിച്ചിട്ടുണ്ടാവും. നമ്മളിതിൽ 2 കപ്പ് വെള്ളവും അതുപോലെ തന്നെ 1/2 ലിറ്റർ പാലുമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. വെള്ളം അത്യാവശ്യം തന്നെ ഇവിടെ തിളക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചവ്വരി, അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചവ്വരിയും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം വേകാനൊരു 15-20 മിനിറ്റ് എടുക്കും. അതുവരെ നന്നായിട്ടൊന്ന് ഇവിടെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചാലും നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അത് മറന്നു പോകരുത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്കൊന്ന് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് വേവിക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ചവ്വരി ഇതുപോലെ വെന്ത് വരണം. ഇതിപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ പാലൊഴിച്ചിട്ടാണ് വേവിക്കുന്നത്. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള 1/2 ലിറ്റർ പാല് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇവിടെ മിക്സാക്കി കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് തിള വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് ഏലക്കൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇതിലോട്ടേക്ക് കുറച്ച് കിസ്മിസും നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കിസ്മിസും നട്ട്സും ഒക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസിയാണ് കേട്ടോ. ഇത് കാണാൻ എത്ര കുടിച്ചാലും നമുക്കിത് മതിയാവില്ല. നമ്മൾ സേമിയ പായസമൊക്കെ തയ്യാറാക്കുന്ന ഒരു ടൈമിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വിഷുവിന് എല്ലാവരും ഒന്ന് ഈ ചവ്വരി പായസം തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.